അച്ചാർ ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, അതിന് ടേസ്റ്റും കൂടെ നോക്കണ്ടേ. നമുക്കൊന്ന് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. അടിപൊളി, നല്ല എരിവും ആ മധുരവും ആ പുളിയും എല്ലാം കൂടി ഇതിപ്പോൾ എന്താ ടേസ്റ്റ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അടിപൊളി കേട്ടോ, സൂപ്പറാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കഴിച്ച് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഹായ്, നമുക്കിന്ന് ഈന്തപ്പഴം ഒന്ന് അച്ചാറിട്ട് നോക്കിയാലോ. അതിനായിട്ട് ഈന്തപ്പഴം എടുക്കുക, കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി കഴുകി എടുക്കുക. അതിനുശേഷം ഇങ്ങനെ മുറിച്ച് ഇടുക. മുറിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ ഈ സൈഡുകളിൽ കൂടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പുഴുവോ പിരിപിരാന്ന് എന്തെങ്കിലും ഇരിക്കുമോ, ചെറിയ 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 കറുത്ത പ്രാണികളൊക്കെ ഉണ്ടാവും. അതൊക്കെ സൂക്ഷിച്ച് നോക്കി നമ്മളിതിങ്ങനെ ചെറുതായിട്ട് മുറിച്ച് ഇടുക. ഇനി ഒരു ചീനച്ചട്ടി തീയിലോട്ട് വെച്ച് സ്റ്റവ് കത്തിക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. മൂന്ന് നാല് പച്ചമുളകും കൂടെ നമുക്ക് അതിനുള്ളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വെന്ത് വഴന്ന് വരട്ടെ കേട്ടോ. നന്നായി വഴന്ന് വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ വെളുത്തുള്ളി വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നുള്ള. അല്പം ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നമ്മുടെ ഈ അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഒന്ന് വേകാൻ വേണ്ടി അല്പം തീ താത്തി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ ഈന്തപ്പഴം എല്ലാം വെന്തിട്ടുണ്ട്. നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി അല്പം വിനാഗിരി കൂടി ഒഴിച്ച് നമുക്ക് ഇളക്കി തീ താത്തിയിടാം കേട്ടോ. തീ ഓഫാക്കിയിടാം. ഓക്കെ, എത്ര പെട്ടെന്ന് നമ്മുടെ ഈന്തപ്പഴ അച്ചാർ റെഡിയായി നോക്കിക്കേ.